ഹലോ ഗൈസ്. ഇന്ന് നമ്മുടെ ഡെസ്റ്റിനേഷൻ മല്ലപ്പ ഹിൽസ് ആണ്. നന്ദി ഹിൽസ് പ്ലാൻ ചെയ്ത് അവസാനം വേറെ കുറേ ഓപ്ഷൻസും നോക്കി പ്ലാൻ ചെയ്ത് ഫൈനലായിട്ട് മല്ലപ്പ ഹിൽസ് ആണ് ഈ ഫ്രണ്ട്സ് എല്ലാം ഡിസൈഡ് ചെയ്തത്. അത് ഈ നന്ദി ഹിൽസ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു പ്ലേസാണ്. വീക്കെൻഡ് ആണെങ്കിൽ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഓപ്ഷനായിട്ട് വരുന്നത് നന്ദി ഹിൽസ് ആണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇപ്രാവശ്യം മല്ലപ്പ ഹിൽസ് പോകാം എന്നുള്ളൊരു ഡിസിഷൻ എടുത്തു എല്ലാവരും കൂടെ കൂടി. അതൊരു ആരും അങ്ങനെ വലുതായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു ഏരിയ ആണെന്ന് തോന്നുന്നു. ഏകദേശം ഒരു ആന്ധ്ര, തമിഴ്നാട് ആ ഒരു ഏരിയയ്ക്ക് അടുത്തായിട്ടാണ് വരുന്നതെന്നാണ് മാപ്പൊക്കെ നോക്കിയപ്പോൾ കണ്ടത്. ഇവിടെ നിന്നൊരു 100 കിലോമീറ്റേഴ്സ് അടുത്തുണ്ട്. അപ്പം ലെറ്റ് സ്റ്റാർട്ട്. ഇപ്പോൾ രാവിലെ ഏർലി മോർണിംഗ് ഒരു 4:30 കഴിഞ്ഞു. അറൗണ്ട് ഒരു 5 o'clock ആകാറാവുന്നു. വെട്ടം വീണ് തുടങ്ങിയിട്ടില്ല. പിന്നെ ഇതാണ് നമ്മുടെ റോഡ്. അപ്പം ഫ്രണ്ട്സ് അവർ വെയിറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. തൊട്ടടുത്ത് ഒരു ഏരിയയിൽ വെയിറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ അടുത്തോട്ട് പോവാണ്. രാവിലെ ഈ ഒരു ഏർലി മോർണിംഗ് ആണ് ബാംഗ്ലൂരിൽ റൈഡ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നെയ്ബർഹുഡിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു അണ്ടർപാസ്. ഇവിടെ ഒരു കാറൊക്കെ പോയി കഴിഞ്ഞാൽ വേറൊരു വണ്ടിക്ക് പോകാൻ സ്പേസ് ഇല്ല. അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ട്രക്കും ഇപ്പം വെള്ളം കൊണ്ടുപോകുന്ന ട്രക്ക് അതും ഇതെല്ലാം പോകുമ്പോഴത്തേക്കിനും വേറെ ഒരു വണ്ടിക്കും പോകാൻ സ്പേസ് ഇല്ലാതെ നല്ലപോലെ ജാമാവുന്നൊരു ഏരിയയാണ്. ഒരു മണിക്കൂർ കൂടുതലൊക്കെ അവിടെ ജാമായിട്ട് സ്റ്റക്കായിട്ട് കിടന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ബിൽഡിങ്, ആ ഒരു വലിയ ഒരു ബിൽഡിങ് ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അതായിരുന്നു എൻ്റെ പഴയ ഓഫീസ്, ആമസോണിൻ്റെ ക്യാമ്പസ്. നമുക്കിവിടെ നിന്ന് യൂ ടേൺ എടുത്ത് വേണം പോകാൻ. ഈ ഒരു ഏരിയ ഡൊഡ്ഡനക്കുണ്ടി എന്നാണ് ഈ ഏരിയയുടെ പേര്. ഇവിടുന്ന് ഈ നേരെയുള്ള വഴി എന്ന് പറഞ്ഞാൽ മാർത്താലിലേക്കുള്ള വഴിയാണ്. ഈ ബ്രിഡ്ജ് കഴിയുന്നിടത്താണ് ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ലെറ്റ്സ് സീ. ഇപ്പോൾ അവരും ജോയിൻ ചെയ്തു. നമ്മളിപ്പോൾ ഒരു 3 വണ്ടിയിലാണ് പോകുന്നത്. ഒരു ക്ലാസിക്, ഒരു സ്റ്റാൻഡേർഡ്, അതുപോലെ ഒരു എഫ്സഡ്. ഇപ്പോൾ ഈ ഏർലി മോർണിംഗ് ആണല്ലോ, അത്യാവശ്യം തിരക്കുണ്ട് ബാംഗ്ലൂരിൽ. ഈ വരുന്ന ഒരു വണ്ടിയും ഡിം അടിച്ച് തരില്ല, ഫുള്ള് ബ്രൈറ്റിലാണ്. അതൊരു പ്രശ്നമാണ്. നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം ലൈറ്റ് ഇല്ല എങ്കിൽ ഒരു പ്രശ്നമാണ്. പിന്നെ അത്യാവശ്യം തണുപ്പുണ്ട്, വലിയ തണുപ്പില്ല. ഈ ഒരു മാസത്തിലൊന്നും വലിയ തണുപ്പ് ബാംഗ്ലൂർ സൈഡിലില്ല. പിന്നെ ജാക്കറ്റൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാം. വലിയ ചൂടെടുക്കായിരുന്നു മതി, ബാക്കിയെല്ലാം ഓക്കെ. വലിയ ചൂടെടുക്കായിരുന്നു മതി. ഇനി എത്ര മണിക്കൂറുണ്ട്? 1 മണിക്കൂർ. നമ്മൾ എത്ര മണിക്കൂർ ട്രാവൽ ചെയ്തു? 1.5 മണിക്കൂർ. അല്ല, ഞാനേ ഒറ്റ ബാറ്ററി കൂടെ മാറുമ്പോഴത്തേക്കിനും ഫുള്ള് ട്രിപ്പ് കംപ്ലീറ്റ് ആവുമെന്ന് നോക്കിയതാ. ഇല്ല, ഈ റോഡിലൂടെ റൈഡ് ചെയ്യാൻ ഒരു വേറെ ലെവൽ ഫീലാണ്. ആ ഒരു ക്ലൈമറ്റിൻ്റെ ആണോ ആ ഒരു ടൈമിങ്ങിൻ്റെ ആണോ എന്നറിയില്ല, അടിപൊളിയാണ്. പച്ചപ്പും ഹരിതാഭയും ഊഷ്മളതയും വേറെ ലെവല്. പിന്നെ റോഡും അടിപൊളിയാണ്, ഗട്ടറും കാര്യങ്ങളൊന്നും ഇല്ല. ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഒരു 10 കിലോമീറ്റർ അടുത്തെങ്ങാണ്ട് കുറച്ച് ഗട്ടറൊക്കെ ഉണ്ടായിരുന്നു, റോഡിന് സുഖമില്ലായിരുന്നു. പക്ഷേ ഞങ്ങളത് ദൂരം കുറയാൻ വേണ്ടി ആ ഒരു റോഡ് ചൂസ് ചെയ്താൽ വേറൊരു റോഡ് ഓപ്ഷൻ ഉണ്ട്. തിരിച്ചു പോകുമ്പോൾ നമുക്ക് ആ റോഡിലൂടെ പോകാം.
നല്ല എസ്തെറ്റിക് വ്യൂ. സ്ഥലത്തിന്റെ പേര് പറഞ്ഞല്ലോ, ഇത് വരുന്നു മേൽപ്പാറ. അടിപൊളി. ഇതാണ്ട് അവിടെ ഒരു മയിൽ നിൽക്കുന്നു ലെഫ്റ്റ് സൈഡിൽ. ക്യാമറയിൽ കിട്ടിയോന്നറിയില്ല. അത് നോർമൽ നമ്മൾ ഈ തമിഴ്നാട് ഏരിയയിലോട്ടൊക്കെ പോകുമ്പോൾ റോഡിൽ ഇങ്ങനെ മയിലിനെ കാണാൻ പറ്റും. അത് നോർമലായിട്ട് കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട് തമിഴ്നാട്ടിൽ. ഇതിൻ്റെ ആ റൈറ്റ് സൈഡിലും തേണ്ട ഒരു മയിൽ നിൽക്കുന്നു. ആ മരത്തിൻ്റെ ഇടയിൽ ഒരെണ്ണമുണ്ട്. വീഡിയോയിൽ കിട്ടിയോന്നറിയില്ല. സോ അതാണ് തമിഴ്നാട്ടിൽ പോകുമ്പോഴിങ്ങനെ കുറേ കണ്ടിട്ടുണ്ട്. ഇപ്പം പഴനിയൊക്കെ പോകുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിലല്ലാതെ നമ്മളിപ്പം എവിടെ തമിഴ്നാട്ടിൽ സ്റ്റേ ഒക്കെ അടിച്ചിട്ട് നമ്മൾ രാവിലെയൊക്കെ എണീറ്റ് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും ആ ഏരിയയിൽ കുറേ ഇങ്ങനെ മയിലിനെ ഇങ്ങനെ കാണാം. പിന്നെ അതിൻ്റെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ അടിപൊളി ഫീലാണ്. പിന്നെ ഈ റോഡ് കൊള്ളാം കേട്ടോ. ഇതിൻ്റെ ആ ഒരു ഈ ഒരു യെല്ലോ ഇത് കണ്ടോ ലെഫ്റ്റ് സൈഡിൽ, ഇത് ഞാനങ്ങനെ കേരളത്തിലെ റോഡിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഇത് ആക്ച്വലി ഇപ്പം ആക്സിഡൻ്റ് ആയിട്ട് ലെറ്റ്സ് സേ ഇപ്പോൾ ഒരു വണ്ടി അത് കാറൊക്കെ അതിൽ നിന്ന് ഇടിക്കുകയാണെങ്കിൽ അത് അതിൻ്റെ ആ ഒരു ഇടിക്കുന്നതിൻ്റെ ആ ഒരു ആഘാതം കുറയ്ക്കാൻ വേണ്ടിയുള്ളൊരു സെറ്റപ്പാണ്. കേരളത്തിലെ റോഡിൽ ഇനിയിപ്പോൾ ഞാൻ ട്രാവൽ ചെയ്ത ഏരിയാസിൽ ഇല്ലാത്തതാണോ എന്നറിയില്ല. ഞാൻ തമിഴ്നാട്ടിലെ റോഡിൽ കുറേ കണ്ടിട്ടുണ്ട്. നല്ലൊരു അഡീഷനാണ് റോഡ് സേഫ്റ്റിക്ക്. വൈബ് റോഡാണ് ഇത്. അവിടെ കുറച്ച് പിള്ളേർ സെറ്റ് അവരും ട്രിപ്പിന് വന്നാണെന്ന് തോന്നുന്നു. അടിപൊളി. ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ റീസെൻ്റായിട്ട് റൈഡിന് പോയതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് ഞാൻ പറയും. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള റോഡാണ്. ഇപ്പം ബാംഗ്ലൂരിലെന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് റോഡ്സ് കുറേ കിട്ടും. പക്ഷേ ഈ ഒരു ഫീലിൽ വേറെ ലെവലാണിത്. രക്ഷയില്ലാത്ത വൈബ് ഫീലാണ്. ആ റോഡ് കിടക്കുന്ന കാണാൻ തന്നെ അരേ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഗട്ടറുകൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം എങ്ങനെയാണെന്നറിയില്ല, നോക്കാം. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 6-7 മണി റൗണ്ടായി. നമ്മുടെ ഒരു കാൽക്കുലേഷൻ വെച്ച് ഒരു 7:30 7:45 ആ ഒരു റേഞ്ചിൽ എത്തുമെന്നാണ്. നോക്കാം. ഫുഡ് കഴിക്കാനൊന്നും നമ്മൾ നിർത്തിയില്ല. ആകെ ഇടയ്ക്ക് വന്നു കഴിക്കുന്നു ചായ കുടിക്കാനൊരു കടയിൽ കയറി. അല്ലാതെ ആർക്കും വിശക്കുന്നൊന്നും പറഞ്ഞില്ല. സോ നേരെ അവിടെ ചെന്നിട്ട് തിരിച്ച് വന്നിരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാന്നുള്ള പ്ലാനാണ്. കൊള്ളാം. വലിയൊരു ബോറടിക്കുന്നില്ല ആ ഒരു റോഡിൽ. ഈ ഒരു റോഡിൽ റൈഡ് ചെയ്യുന്നത് ഒട്ടും ബോറടി ഇല്ലാത്ത ഒരു റോഡ്. കൊള്ളാം, വൈബ്. സൺറൈസ് അല്ലേ? ഫോട്ടോ എടുക്കാല്ലേ?
ഈ സ്ഥലം കേട്ടില്ല. ആ അതിനാ നല്ല സ്പോട്ട് കാണുമ്പോൾ നിർത്താം. മറഞ്ഞുപോയി. അന്നപ്പോ ഈ സ്പോട്ട് കൊള്ളാം, ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. സോ ഞങ്ങൾ അവിടുന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അടിപൊളി ഒരു വ്യൂ ആയിരുന്നു. ഈ സൈഡിൽ നിൽക്കുന്നതെല്ലാം ഈ പനകളാണ്. ഇതിൽ നിന്നെല്ലാം ഈ മറ്റേ പനനൊങ്ക് കിട്ടും. അത് അടിപൊളി ടേസ്റ്റാണ്. അതിപ്പം നമ്മൾ തമിഴ്നാട് സൈഡിൽ പോവുകയാണെങ്കിൽ അവരതിൻ്റെ കൂട്ടത്തിലൊരു ഒരു ജ്യൂസ്, ഐ മീൻ അതിൻ്റെ നമ്മളിപ്പോൾ തേങ്ങാവെള്ളം പോലെ ഈ പനനൊങ്കിൽ നിന്ന് കിട്ടുന്ന ഒരു വെള്ളമുണ്ട്, അതും കൂട്ടി അവർ തരും. അത് ഭയങ്കര ടേസ്റ്റാണ്. അവരതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഐ മീൻ ഇതിനകത്തു നിന്ന് എടുക്കുന്നതാണോ അതോ ഇനി പഞ്ചസാര ഇട്ട് വെള്ളം തരുന്നതാണോ എന്നറിയില്ല. പക്ഷേ ആ ഒരു ഫീൽ അടിപൊളിയാണ് അത് കുടിക്കുന്നത്. പിന്നെ ഇത് ഇവിടെ ഇപ്പോൾ ബാംഗ്ലൂരാണേലും ഇപ്പോൾ കേരളത്തിലാണേലും ഇപ്പോൾ ഈ ഒരു സീസണിൽ നല്ലപോലെ അവൈലബിൾ ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. പിന്നെ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്, എന്തോ ഒരു പേര് പറയും, മറന്നുപോയി. പക്ഷേ അടിപൊളിയാണ്, ഒരു വെറൈറ്റി സംഭവമാണ്. പക്ഷേ അത് പൊളിച്ച് തിന്നാൻ കുറച്ച് പാടാണ്. എന്നാലും തിന്നുമ്പോൾ നമ്മുടെ കരിക്കിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ്. നോർമലി എല്ലാവരും കഴിച്ചിട്ടുള്ളതായിരിക്കും, കഴിക്കാത്തവർക്കായിട്ട് പറഞ്ഞു. കഴിച്ചിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യുക. പനന്നൊങ്ക് ഉണ്ട്, അടിപൊളി സൺറൈസ്. ഞങ്ങൾ സൺറൈസ് മലയുടെ മണ്ടയിൽ നിന്ന് കാണണം എന്നുള്ള പ്ലാനിലാണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എല്ലാവരും രാവിലെ എണീക്കാൻ താമസിച്ച് പോയ ഒരു കാര്യം കൊണ്ട് ഞങ്ങൾ അത് വേണ്ടെന്ന് വെച്ചു. ആ ഒരു ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞു. ഇനിയിപ്പം വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയിലേക്കാണ്, ടൗൺ ഏരിയയിലേക്കാണ് പോകുന്നത്. അത്യാവശ്യം എന്നാലും അതിൻ്റെ ഇടയിൽ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഹമ്പ് വരുന്നുണ്ട്. പക്ഷേ ഈ ഹമ്പിലല്ല ഇവർ ഈ വരച്ചിട്ടേക്കുന്നത്, നല്ലൊരു കാര്യമാണ്. ഇത് ഞാൻ വല്ലാണ്ട് ബാംഗ്ലൂരിൽ മിസ് ചെയ്യുന്നു. ഇവിടെ അതങ്ങനെ ഒരു സംഭവമില്ല. ഇവിടെ നൈറ്റൊക്കെ ട്രിപ്പ് പോവുകയാണെങ്കിൽ ഹമ്പിൽ ചാടി മനുഷ്യൻ്റെ മുടി കൂടിയും ആ ലെവലിലുള്ള ഹമ്പുകളാണ് ഇവിടെ ഉള്ളത്. ഒരു സൈൻ ബോർഡും ഇല്ല, ഒരു ഹൈലൈറ്റ് ചെയ്തൊന്നും വരച്ചിട്ടൊന്നുമില്ല.
ലെവൽ വ്യൂ ആണ്. പക്ഷേ റോഡ് അത് സീനാണ്. അടിപൊളി. വണ്ടിയുടെ സസ്പെൻഷൻ നമുക്കിങ്ങനെ ചെക്ക് ചെയ്യാം. വാവ്, സൺറൈസിൻ്റെ ആ ഒരു വ്യൂ വേറെ ലെവലാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെയുള്ള റോഡുകളിലൂടെ പോകണം. ആ ഒരു വൈബ്, നമുക്ക് ആ ഒരു പീസ് അതിനൊക്കെ ആയിട്ട് എന്താ അല്ലേ ആ ഒരു വ്യൂ. അങ്ങനെ ഫൈനലി നമ്മൾ അടുത്തെത്തിയിരിക്കുന്നു. ഇനി കുറച്ച് ഹെയർ പിൻസ് ആണ്, ഹെയർ പിൻ വളവുകളാണ് ടോപ്പിലേക്ക് പോകാനുള്ളത്. എല്ലാം അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കുന്ന വലിയ കട്ടറുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വളവുകളാണ്. കൊള്ളാം. നമ്മൾ ഈ മേഘമലയൊക്കെ പോയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, ആ ഒരു മേഘമലയിലേക്ക് കയറി പോകുമ്പോഴുള്ളൊരു ആ ഒരു സെറ്റപ്പ് ഇങ്ങനെയാണ്. അതിൻ്റെ ഒരു നെസ്റ്റ് അടിക്കുന്നു. കൊള്ളാം, അടിപൊളി. റോഡ് നല്ലതാണെങ്കിൽ തന്നെ നമുക്ക് ഇപ്പം എന്തേലും ഡിസ്റ്റൻസ് പോയാലും അത്ര ഒരു ഫീല് ചെയ്യില്ല. ഫ്രണ്ടിലാ സിറ്റി, അതേത് വണ്ടി? ഹോണ്ട സിറ്റിയാണ്, പഴയ ഹോണ്ട സിറ്റി. കൊള്ളാം. ആ നേരെ കാണുന്ന ആ മലയിലേക്കാണ് നമുക്ക് ചെല്ലേണ്ടത്. അതിൻ്റെ ടോപ്പാണ്, അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. കൊള്ളാം, അടിപൊളി. ഫൈനലി വി റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ. അരേ വാ, കൊള്ളാം. അത്യാവശ്യം തിരക്കുണ്ട്,
കുറേ വണ്ടി ഉണ്ടല്ലോ. ഇനി ആ കാണുന്ന മലയും കയറണം. സമയത്ത് ആ 4 മണിക്ക് ആ 4 മണിയായപ്പോൾ എണീറ്റ് ഒന്ന് മടിവാളയാണ് നിൽക്കണം. ആ മടിവാളന്ന് നാട്ടിലോട്ട് വിട്ടു. ആ അടിപൊളി. അങ്ങനെ ആ മൈസൂരൊക്കെ എത്താറായപ്പോഴത്തേക്ക് ഞാൻ ചിലപ്പോൾ നിർത്തിയിട്ട് വീണ്ടും 2 ഷോട്ട് അടിപൊളിക്ക് എന്നിട്ടാണ് പോയത്. അന്ന് വീട്ടിലെത്തി 5 ദിവസം പനിക്കാണ്. വെരി ഗുഡ്. അതായത് ആ രാവിലെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഡ്യൂട്ടിക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. ആ ഈവനിങ് ആയിരുന്നു, ഒന്ന് വർക്ക് ഫ്രം ഹോം എടുക്കായിരുന്നു. ഓക്കെ. അപ്പോൾ എന്നാൽ അന്നത്തെ ദിവസം ഡ്യൂട്ടിക്ക് കയറി പിറ്റേന്ന് പനിച്ച പനിയാണ്. 5 ദിവസം പനിച്ച അടിപൊളി. അതാണ് KGF. ഞാൻ കൊണ്ട് KGF കുറേ കർണാടക, ആ ഇത് ആന്ധ്ര. മണ്ടയ്ക്ക് ചെന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടോ? അറിയില്ല, ഞാനിവിടെ ആദ്യം. എനിക്ക് ഫോറസ്റ്റിൽ കൂടെ ആ അത് സെറ്റപ്പായിരുന്നു. എനിക്ക് കുറേ ഇടത്ത് നിർത്തണമെന്നുണ്ടായിരുന്നു. നമ്മൾ എങ്ങനെയെങ്കിൽ പോയപ്പോഴേ കുറേ സ്ട്രിക്റ്റ് ഫുള്ള് ഫോറസ്റ്റിൽ കൂടെ അത് ഫുള്ള് തമിഴ്നാടായതുകൊണ്ട് കാറില്ല. Under the boughs where the shadows play, the wind hums songs at the break of day. Whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills through the velvet dark, etching patterns, leaving its mark. The roots stretch deep, the earth's gentle sigh, a lullaby sung to the open sky. Oh, whispering pines, sing me your tune. സോ ഞങ്ങൾ താഴെ വന്നു. ഇനിയിപ്പം റിട്ടേൺ ആണ്. സോ അറൗണ്ട് ഒരു 1 o'clock ആകുമ്പം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിരിച്ച് പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാനാണ്. സോ ട്രിപ്പ് അടിപൊളിയായിരുന്നു. ഇനിയിപ്പം അടുത്തൊരു ട്രിപ്പ് വീഡിയോയിൽ കാണാം. ബൈ. ഇതുപോലുള്ള കണ്ടൻസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഫോളോ മൈ ചാനൽ, ഷെയർ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്, ആൻഡ് താങ്ക് യു. The dawn paints gold on the mountain's crown, while rivers whisper truth as they flow down.